വെൽക്കം ബാക്ക് ടു ട്യൂട്ടോറിയൽ. ലാസ്റ്റ് ഡേയിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് ലാങ് ചെയിൻ മോഡൽസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ LLM മോഡൽസിലും പിന്നെ ചാറ്റ് മോഡൽസിൻ്റെയും വെച്ചൊരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോംപ്റ്റ് ടെംപ്ലേറ്റിനെയാണ്. എന്താണ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് എന്നാണ് നോക്കാൻ പോകുന്നത്. അതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റും കമ്പണൻറ്റുമാണ് ലാങ് ചെയിനിലെ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് എക്സാമ്പിൾ അല്ല, ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിളാണ്. ഓക്കെ, നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഞാൻ ലാങ് ചെയിൻ ഗൂഗിൾ ജെന്നൈന്ന് ചാറ്റ് ഗൂഗിൾ ജനറേറ്റീവ് എന്നുള്ള ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, OS ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, .env ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ലാങ് ചെയിൻ കോർ പ്രോംസ് ചാറ്റ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റുകൾ. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് LLMനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ചാറ്റ് ഗൂഗിൾ ജനറേറ്റീവ് AI, പിന്നെ 2.5 ഫ്ലാഷ് ആണ്. ടെമ്പറേച്ചർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 0 മതി, ഒരുപാട് ക്രിയേറ്റീവ് ഒന്നും ആകണ്ട. പിന്നെ API കീ, ജെമിനി API കീ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ .envയിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജെമിനി API കീ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ AI സ്റ്റുഡിയോയിൽ പോവുക. AI സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ബൈക്ക് അടിക്കാന്ന് പറയും. ഓക്കെ, ഒരു മിനിറ്റ് ലോഡ് ആകുന്നുണ്ട്. ഇവിടെ ഈ ലെഫ്റ്റ് ബോട്ടം സൈഡിൽ ഗെറ്റ് API കീ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് API കീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് API കീ ജനറേറ്റ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ .env ഫയലിൽ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ബാക്കി വർക്ക് ചെയ്തോളും. 2.5 ഫ്ലാഷ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള ഇതാണ്. ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ലിമിറ്റ് ഉണ്ട്, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ടുള്ള ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റ് ഉണ്ട്. ഈ സ്ട്രിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കർലി ബ്രേസസ് യൂസ് ചെയ്തിട്ട് കുറച്ച് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഡൈനാമിക് ആയിട്ട് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ്. ഓക്കെ, അപ്പം നമുക്കൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെക്കാം. അതിൻ്റെ അകത്തോട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡൈനാമിക്കലി ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് കാണാം. ആദ്യം നമുക്ക് ഈ പ്രോംപ്റ്റ് ടെംപ്ലേറ്റിനെ ലാങ് ചെയിനിനെ മനസ്സിലാക്കുന്ന രീതിയിലൊന്ന് എഴുതണം. അതിനാണ് നമ്മൾ ഈ ചാറ്റ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ക്ലാസ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഈക്വൽ ടു അത് ചാറ്റ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഡോട്ട് ഫ്രം ടെംപ്ലേറ്റ് ടെംപ്ലേറ്റ്. അപ്പോൾ ഇതിനെ ഒരു പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ആക്കി നമ്മൾ മാറ്റി. എന്നിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാം. ഓക്കെ, പ്രോംപ്റ്റ് ഈക്വൽ ടു പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഡോട്ട് ഇൻവോക്ക് കൊടുക്കാം. നമുക്ക് .invoke എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിനെ ഇൻവോക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ ടോൺ പ്രൊഫഷണൽ ആണ്. സജഷൻ വരുന്നുണ്ട്, തന്നെ പ്രൊഫഷണൽ. കമ്പനി ഗൂഗിൾ ആണ്. പൊസിഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. സ്കിൽസ് പൈത്തൺ, മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, നമുക്കിതിനെ 2 ലൈനിലാക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോൺ ഞാൻ പാസ് ചെയ്തു, കമ്പനി പാസ് ചെയ്തു, പൊസിഷൻ പാസ് ചെയ്തു, പിന്നെ സ്കിൽസും പാസ് ചെയ്തു. ഓക്കെ, ഇത് വെച്ചിട്ട് എനിക്കൊരു എന്താ പറയുക, ഒരു മെയിൽ ജനറേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് കൊടുത്തു, അതിനെ ഇൻവോക്ക് ചെയ്ത്, അപ്പോൾ അതൊരു പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രോംപ്റ്റിനെ നമ്മൾ response.llm.invoke പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ പ്രോംപ്റ്റ് ടെംപ്ലേറ്റിനെ മാറ്റി കൊടുത്തു. ഓക്കെ, എന്നിട്ട് വന്ന കണ്ടന്റ് പ്രിൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പ്രിൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ കാണിച്ചാൽ ഞാനിത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കിട്ടിയേക്കുന്നത് ഇമെയിൽ ഇതാണ്. സബ്ജക്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇൻട്രസ്റ്റ്, യുവർ നെയിം, പൈത്തൺ, മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആ സബ്ജക്റ്റിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഡിയർ ഗൂഗിൾ ഹയറിംഗ് ടീം, ഞാൻ പ്രൊഫഷണൽ ടോണിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്കിനിയിപ്പം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി നോക്കാം. കമ്പനി ഗൂഗിളിന് പകരം സാംസങ് ആക്കാം. എനർജറ്റിക് ഒരു ടോണിൽ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൊസിഷൻ തന്നെ, ക്ലൗഡ് ആർക്കിടെക്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആൻഡ് പ്രോബ്ലം സോൾവിംഗ്. ഓക്കെ, നമുക്ക് അത് വെച്ചിട്ട് ഒന്ന് റൺ ചെയ്യാൻ പറ്റുമോ നോക്കാം.
ഓക്കെ, അപ്പം വരുന്ന റിസൾട്ടും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പം എല്ലാവർക്കും പ്രോംപ്റ്റ് ടെംപ്ലേറ്റിൻ്റെ ഒരു സ്കോപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇതുപോലത്തെ നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള പ്രോംപ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് LLMസിന് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ സമയം പ്രോംപ്റ്റ് എഴുതി എഴുതി ടൈം കളയേണ്ടി വരില്ല. അപ്പോൾ ഇതാ സബ്ജക്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പാഷൻ ഫോർ ക്ലൗഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം പ്രോബ്ലം സോൾവിങ് അറ്റ് സാംസങ്. ഓക്കെ, നമുക്ക് എനർജറ്റിക് ആയിട്ടുള്ളൊരു ഇമെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് കൂടുതൽ എക്സാമ്പിൾ ചെയ്യുന്ന കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു യൂസ് കേസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം ബേസിക്കലി പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈനാമിക് ആയിട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഒരു കമ്പോണൻ്റ് ആണ് ലാംഗ്വേജിൻ്റെ. ഓക്കെ, ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ്. നമുക്ക് അടുത്ത എക്സാമ്പിൾസിലേക്ക് പോകുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് കൂടുതലും മനസ്സിലാക്കാം.